രഘു, നമ്മളന്ന് കാശിക്ക് പോയില്ലേ? അപ്പോൾ ഗംഗയിൽ പോയിട്ടുള്ള വീഡിയോ മാത്രം ഇട്ടിട്ടില്ലല്ലോ, ബാക്കി എല്ലാ വീഡിയോയും കണ്ടു. സത്യം പറഞ്ഞാൽ സജീഷേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാനും അത് ആലോചിച്ചത്. അപ്പോൾ എടുത്തതും കണ്ടതോ പൊറോട്ടം കളി പോലെ ഞാൻ അവിടെ ഗംഗൻ്റെ തീരത്ത് കൂടെ നടക്കുമ്പോൾ കണ്ടതാണ് ഈ ഒരു കലാരൂപം. കാഴ്ചയിൽ പൊറോട്ടം കളിക്ക് സാമ്യം. അതുപോലെ തന്നെ നമ്മുടെ കരിങ്കാളി വട്ടമുടി വരുന്നതിൻ്റെ പോലെ പാവാടയൊക്കെ ഇട്ട് ഒരു അരമണിയൊക്കെ കെട്ടി, പിന്നെ നോക്കുമ്പോൾ സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് ഒരു ചോദ്യക്കാരനാണെന്ന് തന്നെ തോന്നുന്നു. ആളാണ് ഇത്തിരി കോമഡിയൊക്കെ കാട്ടിയിട്ട് അവിടെ നിൽക്കണ്ടായിരുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു കലാരൂപവും എനിക്ക് ഗംഗാതീരത്ത് നിന്ന് കാണാൻ പറ്റി. ഇത്തരം കാഴ്ചകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് ഗംഗാതീരത്തു കൂടെയുള്ള യാത്രയുടെ കാഴ്ചകളാണ്. ചന്തം പോലെയുള്ള കുറേ കാഴ്ചകൾ അറിയാലോ. സജീഷേട്ടൻ്റെ കൂടെയാണ് ഞാൻ ഗംഗാതീരത്ത് എത്തുന്നത്. അവിടുന്ന് മുതൽ മണികർണിക ഘട്ട് മുതൽ, സത്യം പറഞ്ഞാൽ അവിടെ നിന്നുള്ള കാഴ്ച മുതൽ ഒരു മനുഷ്യജീവിതം എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ള കാഴ്ചകളും ഓർമ്മകളും സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ഗംഗയിലൂടെയുള്ള യാത്ര. എല്ലാ മനുഷ്യർക്കും മനസ്സുകൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് വാരണാസി. ഗംഗാതീരത്തുള്ള ഈ കൈലാസനാഥൻ്റെ ഈ ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ എല്ലാവരും മനസ്സുകൊണ്ട് മനുഷ്യനെ അറിയും. അതാണ്, ഈ ഗംഗ ഒഴുകുന്ന പോലെ മനസ്സ് ശാന്തമായി തന്നെ ഒഴുകും. പരിപാവനവും പവിത്രവുമായ ഗംഗാജലം ഒരു ബോട്ടിലാക്കി കയ്യിലെടുത്തിട്ടുണ്ട്. ഈ ഗംഗായാത്രയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സജീഷേട്ടൻ ഓർമ്മിപ്പിച്ചതുകൊണ്ട് കുറച്ച് വീഡിയോ കൂടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ശരി എന്നാൽ.